കഴക്കൂട്ടത്ത് മാലിന്യ നിക്ഷേപവും എക്കലും കുളവാഴകളും നിറഞ്ഞ മലിനമായ ആക്കുളം കായലിന്റെ സംരക്ഷണത്തിനും ടൂറിസം വികസനത്തിനുമായി കിഫ്ബിയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആക്കുളം കായൽ പുനരുജ്ജീവനവും നീർത്തട സംരക്ഷണവും പദ്ധതി. ടെൻഡറിന് കിഫ്ബിയുടെ അംഗീകാരം ലഭിക്കുന്നതിനായി 29/10/2021 സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. സർ, കോട്ട് ചെയ്ത പദ്ധതി തുക 100 കോടിയിൽ പരിമിതപ്പെടുത്തണമെന്ന കിഫ്ബിയുടെ നിർദ്ദേശപ്രകാരം ചില ഐറ്റങ്ങൾ ഒഴിവാക്കി. 8/7/2022 നെഗോസിയേഷൻ പ്രകാരമുള്ള 96 കോടി രൂപയുടെ ടെൻഡർ സർക്കാർ അംഗീകരിച്ച് ഉത്തരവുണ്ടായി. സർ, തുടർന്ന് 10/10/2022 പദ്ധതി നിർവഹണത്തിനായി ശ്രീ അവാന്തിക ലിമിറ്റഡിന് വർക്ക് ഓർഡർ കൊടുക്കുകയും ചെയ്തു. സർ, മേപ്പടി പദ്ധതിയുടെ SPV ആയ മെസ്സേഴ്സ് വാപ്കോസ് ലിമിറ്റഡും ടൂറിസം വകുപ്പും കരാറുകാരനായ ശ്രീ അവാന്തിക ലിമിറ്റഡും തമ്മിൽ ബിഡ് വാലിഡിറ്റി പീരീഡായ 120 ദിവസങ്ങൾക്കുള്ളിൽ ട്രൈപാർട്ടി എഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ SPVയും കോൺട്രാക്ടും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സമയബന്ധിതമായി ഈ അഗ്രിമെന്റിൽ ഏർപ്പെടാതെ ഓരോരോ മുടന്തൻ ന്യായം പറഞ്ഞ് ടൂറിസം വകുപ്പ് മേപ്പടി അഗ്രിമെന്റ് നീട്ടിക്കൊണ്ടുപോകാനുണ്ടായത്. സർ, മേപ്പടി പദ്ധതി 17/4/2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ചുമതലയുള്ള ഓഫീസർ റിവ്യൂ ചെയ്യുകയും പിഴ ഉൾപ്പെടെയുള്ള ക്ലോസ് കൂടി ഉൾപ്പെടുത്തി പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന തീരുമാനം പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുത്തതായി കാണുന്നില്ല. സർ, പദ്ധതി പൂർത്തിയാക്കിയ ശേഷം 15 വർഷത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് നിബന്ധനകൾ തയ്യാറാക്കാൻ കിഫ്ബി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വാപ്കോസ് ലിമിറ്റഡ് തയ്യാറാക്കി നൽകിയ കരട് നിബന്ധനകൾ ചർച്ച ചെയ്യുന്നതിനോ അംഗീകാരം നൽകുന്നതിനോ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല. പകരം ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്ക് വിധേയമായി യാതൊരുവിധ അനുമതിയുമില്ലാതെ 4 ലക്ഷം രൂപ പ്രതിഫലത്തിൽ ഒരു സ്വകാര്യ കൺസൾട്ടന്റിനെ ടൂറിസം വകുപ്പ് നിയമിച്ചു. തന്നെ നിക്ഷിപ്തമായി ഉത്തരവാദിത്വം നിറവേറ്റാതെ മേപ്പടി പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഒരു കരാർ പോലും നൽകാതെ മേപ്പടിയാൽ 1 വർഷത്തോളം മേപ്പടി സ്ഥാനത്തിരുന്നു. ചുരുക്കത്തിൽ 10/10/2022 തെരഞ്ഞെടുക്കപ്പെട്ട കരാർ കമ്പനി ബാങ്ക് ഗ്യാരണ്ടി ഉൾപ്പെടെ 6 കോടി രൂപയോളം ചെലവഴിച്ചിട്ടും 1ഉം 2ഉം പിണറായി ഗവൺമെന്റിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റുകളൊന്നായ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നിർവഹിക്കാൻ SPV ആയ വാപ്കോസിനും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സർ, അവരുടെ ചുമതലകൾ നിർവഹിക്കാതിരിക്കുകയോ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതിക്ക് വിലങ്ങിടുകയോ ആണ് SPVയും ടൂറിസം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. ഈ വിഷയം ഇതിനോടകം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അങ്ങ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. സർ, ടൂറിസം വികസനത്തിനൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരവുമാകുന്ന ഈ പദ്ധതി അട്ടിമറിക്കപ്പെടാതിരിക്കാനും കാലതാമസമില്ലാതെ നിർവഹിക്കുന്നതിനും ഗവൺമെന്റിന്റെ അങ്ങയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ.